Good morning everyone, welcome back to MTM Campus Educational Channel. Today we discuss the topic of costing, cost accounting and cost accountancy. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 3 ടേമുകളാണ്: കോസ്റ്റിംഗ്, കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടൻസി. അപ്പോൾ ഇത് നമ്മുടെ ഫോർത്ത് സെം BBAൻ്റെ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന പേപ്പറിലെ ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഫുള്ള് തിയറിയാണ്. ഇത് പ്രോബ്ലം പേപ്പറാണ്, നന്നായി പഠിക്കുക. ഓക്കെ, ഫസ്റ്റ് ടേം കോസ്റ്റിംഗ് ആണ്. എന്താണ് കോസ്റ്റിംഗ്? കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് നിർണ്ണയിക്കുന്നതിനെ പറയുന്ന പേരാണ് കോസ്റ്റിംഗ്. ഒരു പേന പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയാണെങ്കിൽ ആ പേനയ്ക്ക് എത്ര കോസ്റ്റ് വരുമെന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഡിറ്റർമിൻ ചെയ്യുക, അതിനെ നിർണ്ണയിക്കുക. അതേപോലെ തന്നെ അത് എങ്ങനെ കണ്ടെത്തും? ബൈ എനി മെത്തേഡ് ഓർ ടെക്നിക്ക്. ഒരു ടെക്നിക്കോ എന്തെങ്കിലും മെത്തേഡോ യൂസ് ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് കണ്ടെത്തുന്നതിനെ പറയുന്ന പേരാണ് കോസ്റ്റിംഗ്. അപ്പോൾ കോസ്റ്റിംഗ് സിംപ്ലി മീൻസ് ഫൈൻഡിങ് ഔട്ട് ദി കോസ്റ്റ് ഓഫ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ് ബൈ എനി മെത്തേഡ് ഓർ ടെക്നിക്ക്. ഏതെങ്കിലും ടെക്നിക്കോ ഏതെങ്കിലും മെത്തേഡോ യൂസ് ചെയ്തുകൊണ്ട് ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് കോസ്റ്റിംഗ്. നെക്സ്റ്റ്, ഡെഫിനിഷൻ ഓഫ് കോസ്റ്റിംഗ്. ഇനി ആ ടേമിൻ്റെ ഡെഫിനിഷനാണ്, കോസ്റ്റിങ്ങിൻ്റെ ഡെഫിനിഷനാണ് നമ്മൾ പഠിക്കുന്നത്. CIMA ലണ്ടൻ defines costing as the technique and process of ascertaining the cost. ഒരു കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നതിനുള്ള പ്രോസസ്സ് അല്ലെങ്കിൽ ടെക്നിക്ക് അതിന് പറയുന്ന പേരാണ് കോസ്റ്റിംഗ്. അപ്പോൾ ഇവിടെ ദ ടെക്നിക്ക് പ്രോസസ് ഓഫ് അസർട്ടൈനിങ് കോസ്റ്റ്. കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാനുള്ളതും അല്ലെങ്കിൽ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാനുള്ള പ്രോസസ്സിനെയും ടെക്നിക്കിനെയും നമുക്ക് കോസ്റ്റിംഗ് എന്ന് പറയാം. കോസ്റ്റിംഗ് ഈസ് ദ പ്രൊസീജിയർ ടു മെഷർ ദ കോസ്റ്റ്. അതേപോലെ ഒരു കോസ്റ്റ് മെഷർ ചെയ്യാനുള്ള പ്രൊസീജിയറാണ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാനുള്ള പ്രോസസ്സാണ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാനുള്ള ടെക്നിക്കാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ CIMA ലണ്ടൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ്: ദ ടെക്നിക് ആൻഡ് പ്രോസസ് ഓഫ് അസർട്ടൈനിങ് കോസ്റ്റ്. കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാനുള്ള പ്രോസസ് ഓർ ടെക്നിക്കിനെ പറയുന്ന പേരാണ് കോസ്റ്റിംഗ്. നെക്സ്റ്റ്, കോസ്റ്റ് അക്കൗണ്ടിങ്. നെക്സ്റ്റ് ടേം ആണ് കോസ്റ്റ് അക്കൗണ്ടിങ്. എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് ഫോർ കോസ്റ്റ്. കോസ്റ്റിന് വേണ്ടിയിട്ടുള്ള അക്കൗണ്ടിങ്ങിൻ്റെ പ്രോസസ്സാണ്. അവിടെ നമ്മൾ കോസ്റ്റിംഗ് എന്താന്ന് പറഞ്ഞത്? കോസ്റ്റിനെ നിർണ്ണയിക്കാനുള്ള പ്രോസസ്സാണ് പറഞ്ഞത്. ഇവിടെ പറയുന്നത് കോസ്റ്റിനെ വേണ്ടിയിട്ടുള്ള അക്കൗണ്ടിങ്ങിൻ്റെ പ്രോസസ്സാണ്. അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുക, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. വെറും കോസ്റ്റ് അല്ല, ഇതിൻ്റെ വില എത്രയെന്ന് പറയല്ല. ഈ വിലക്ക് റോ മെറ്റീരിയൽ ഇത്രയായിട്ടുണ്ട്, അതിൻ്റെ റേറ്റ് എഴുതുന്നു. പിന്നെ അതേപോലെ തന്നെ വർക്കിംഗ് പ്രോസസ്സിൽ ഇത്രയായിട്ടുണ്ട്, അങ്ങനെ ഓരോന്നിനും അതിൻ്റെ എംപ്ലോയീസിന് ഇത്ര സാലറി കൊടുത്തു, അങ്ങനെ ഒരു പ്രിപ്പറേഷൻ ചെയ്യുന്നതിനെ പറയുന്ന, ഇങ്ങനെ സ്റ്റേറ്റ്മെൻ്റായിട്ട് അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് ദ പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് ഫോർ കോസ്റ്റ്. കോസ്റ്റിന് വേണ്ടിയിട്ട് അക്കൗണ്ടിങ് ഉണ്ടാക്കുന്നു. അക്കൗണ്ടിങ്ങിൻ്റെ പ്രോസസ്സിനെ പറയുന്ന പേരാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഇറ്റ് ഈസ് ദ അക്കൗണ്ടിങ് ഫോർ കോസ്റ്റ് ഫോർ പ്രിപ്പയറിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റിപ്പോർട്ട്സ് ഫോർ ദ പർപ്പസ് ഓഫ് മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ്. ഇറ്റ് ഈസ് ദ അക്കൗണ്ടിങ് ഫോർ കോസ്റ്റ്. കോസ്റ്റിന് വേണ്ടിയിട്ടുള്ള അക്കൗണ്ടിങ് ആണ്. അതുപയോഗിച്ചിട്ട്, കോസ്റ്റ് അക്കൗണ്ടിങ് ഉപയോഗിച്ചിട്ട് ഈ മാനേജീരിയൽ ഡിസിഷൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് റിപ്പോർട്ടുകളും സ്റ്റേറ്റ്മെൻറ്റുകളും പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള അക്കൗണ്ടിങ്ങിനെ പറയുന്ന പേരാണ് എന്ത്? കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു
മാനേജേഴ്സിന് ആവശ്യമായിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിൻ്റെ പർപ്പസിന് വേണ്ടി, അതായത് മാനേജേഴ്സിന് ഡിസിഷൻ എടുക്കാൻ വേണ്ടി അവർക്ക് വേണ്ടിയിട്ട് കോസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള അക്കൗണ്ടിങ്ങിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് പറയുന്ന പേര് എന്താണ്? കോസ്റ്റ് അക്കൗണ്ടിങ്. അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റും റിപ്പോർട്ട്സും പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റിൻ്റെ അക്കൗണ്ടിങ്, അതായത് കോസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അക്കൗണ്ടിങ്ങിനെ പറയുന്ന പേരാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഇനി കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു ദി ലേറ്റസ്റ്റ് ടെർമിനോളജി പബ്ലിഷ്ഡ് ബൈ CIMA, cost accounting is that part of management accounting which establishes budgets and standard costs, actual cost of operations, processes, departments or products, and the analysis of variances, profitability or social use of funds. കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ CIMA ലണ്ടൻ ആ ടെർമിനോളജീനെ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പാർട്ടാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പാർട്ടാണ്. കാരണം എന്താ? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഫോർ മാനേജേഴ്സ് ടു ദ പർപ്പസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. അതുപോലെ തന്നെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങും. കോസ്റ്റ് അക്കൗണ്ടിങ് എന്തിനു വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഫോർ ദി പർപ്പസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് പാർട്ട് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, വിച്ച് എസ്റ്റാബ്ലിഷേഴ്സ്. എന്താണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്? വിച്ച് എസ്റ്റാബ്ലിഷേഴ്സ് ബഡ്ജറ്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, സ്റ്റാൻഡേർഡ് കോസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, ആക്ച്വൽ കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻസ്. ഒരു ഓപ്പറേഷൻ നടന്നാൽ അതിൻ്റെ ആക്ച്വൽ കോസ്റ്റ് എന്താണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, പ്രോസസ്സസ് എന്തൊക്കെ പ്രക്രിയകളുണ്ടെന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങൾ, അക്കൗണ്ട്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, ഓർ പ്രോഡക്ട്സ്, ഡിഫറെൻറ്റ് പ്രോഡക്ട്സിൻ്റെ കാര്യങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, ആൻഡ് അനാലിസിസ് ഓഫ് വേരിയൻസസ്, ഇതിൻ്റെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള വേരിയേഷൻസ്, ഡിഫറെൻറ്റ് ഇയേഴ്സിലുള്ള വേരിയേഷൻസ്, ആ ഇയേഴ്സ് ടൈമിലുള്ള വേരിയേഷൻസ് എല്ലാതും അനാലിസിസ് ചെയ്യുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. പ്രോഫിറ്റബിലിറ്റി ഓർ സോഷ്യൽ യൂസ് ഓഫ് ഫണ്ട്സ്, അതേപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, സോഷ്യൽ യൂസ് ഓഫ് ഫണ്ട്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, ഫണ്ടിൻ്റെ സോഷ്യൽ യൂസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഇതൊക്കെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പാർട്ട് എന്ന് പറയുന്നത്. അതുകൂടാതെ ദ കോസ്റ്റ് അക്കൗണ്ടിങ് മേ ബി ഡിഫൈൻ ആസ് എ ഫോർമൽ അക്കൗണ്ടിങ് സിസ്റ്റം. ഇതൊരു ഫോർമൽ അക്കൗണ്ടിങ് സിസ്റ്റമാണ്, ഒഫീഷ്യലായിട്ടുള്ള അക്കൗണ്ടിങ് സിസ്റ്റമാണ്. സെറ്റപ്പ് ഫോർ റെക്കോർഡിംഗ്, അനലൈസിങ് ആൻഡ് എസ്റ്റിമേറ്റിംഗ് കോസ്റ്റ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്? റെക്കോർഡിംഗ്, അനലൈസിങ് ആൻഡ് എസ്റ്റിമേറ്റിംഗ് കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യാനും അനലൈസ് ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും വേണ്ടി സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഫോർമൽ അക്കൗണ്ടിംഗ് സിസ്റ്റമാണ് കോസ്റ്റ് അക്കൗണ്ടിംഗ്. ഇൻ ഷോർട്ട്, കോസ്റ്റ് അക്കൗണ്ടിംഗ് ഈസ് ദ ഫോർമൽ സിസ്റ്റം ഓഫ് റെക്കോർഡിംഗ് കോസ്റ്റ്. കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് ഫോർമൽ സിസ്റ്റം ഓഫ് റെക്കോർഡിംഗ് കോസ്റ്റ് ആണ്. ഒരു ഫോർമൽ ഒഫീഷ്യൽ സിസ്റ്റം ഓഫ് റെക്കോർഡിംഗ് കോസ്റ്റ് ആണ് കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് ഉള്ളതെന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ പാർട്ടായതുകൊണ്ട് തന്നെ അവ എന്തൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു? ബഡ്ജറ്റ്, സ്റ്റാൻഡേർഡ് കോസ്റ്റ്, ആക്ച്വൽ കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ, പ്രോസസ്സ്, ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓർ പ്രോഡക്ട്സ് ആൻഡ് അതർ അനാലിസിസ് ഓഫ് വേരിയൻസസ്, പ്രോഫിറ്റബിലിറ്റി ഓർ സോഷ്യൽ യൂസ് ഓഫ് ഫണ്ട്സ്. ഇനി കോസ്റ്റ് അക്കൗണ്ടൻസിയും ഡിഫൈൻ ചെയ്ത് CIMA ലണ്ടൻ തന്നെയാണ്. CIMA ലണ്ടൻ ഡിഫൈൻസ് കോസ്റ്റ് അക്കൗണ്ടൻസി ആസ് ദ ആപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റിംഗ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്, മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ടു ദ സയൻസ്, ആർട്ട്, പ്രാക്ടീസ് ഓഫ് കോസ്റ്റ് കൺട്രോൾ and the ascertainment of profitability as well as presentation of information for purpose of managerial decision making. CIMA ലണ്ടൻ പ്രകാരം കോസ്റ്റ് അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ കോസ്റ്റിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും മെത്തേഡ്സും ആൻഡ് ടെക്നിക്സും
കോസ്റ്റ് കൺട്രോളിൻ്റെ പ്രാക്ടീസിൽ, അതിൻ്റെ ആർട്ടിൽ, അതിൻ്റെ സയൻസിൽ അപ്ലൈ ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് കോസ്റ്റ് അക്കൗണ്ടൻസി. അപ്പോൾ ഒന്നും കൂടി പറയാം, കോസ്റ്റ് അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ ഈ കോസ്റ്റ് കൺട്രോളിൻ്റെ പ്രാക്ടീസ്, അതിൻ്റെ ആർട്ടിൽ, അതിൻ്റെ സയൻസിൽ, അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നതിൽ നമ്മളുടെ കോസ്റ്റിങ്ങിനെയും കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെയും കോസ്റ്റ് അക്കൗണ്ടിങ് മെത്തേഡ്സിനെയും കോസ്റ്റ് അക്കൗണ്ടിങ് ടെക്നിക്സിനെയും അപ്ലൈ ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് കോസ്റ്റ് അക്കൗണ്ടൻസി. ഈ കോസ്റ്റ് അക്കൗണ്ടൻസി ഉപയോഗിക്കുന്നത് അസർടൈൻമെൻറ്റ് ഓഫ് പ്രോഫിറ്റബിലിറ്റി, അതേപോലെ തന്നെ പ്രസൻറ്റേഷൻ ഓഫ് ഇൻഫോർമേഷൻ പ്രസൻറ്റേഷൻ ചെയ്യാനും പ്രോഫിറ്റബിലിറ്റി അസർടൈൻ ചെയ്യാനുമാണ് ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഫോർ ദി പർപ്പസ് ഓഫ് മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ്. മാനേജർമാരുടെ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് തന്നെ. ഫോർ ദി പർപ്പസ് ഓഫ് മാനേജീരിയൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഇൻഫോർമേഷൻ പ്രസൻറ്റ് ചെയ്യുകയും പ്രോഫിറ്റബിലിറ്റി അസർടൈൻ ചെയ്യുകയും ചെയ്യുകയാണ് പതിവ്. According to this definition, the term cost accountancy includes costing. ഈ ഡെഫിനിഷൻ പ്രകാരം കോസ്റ്റ് അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ കോസ്റ്റ് അക്കൗണ്ടൻസിയിൽ കോസ്റ്റിംഗ് ഇൻക്ലൂഡഡ് ആണ്. കോസ്റ്റ് അക്കൗണ്ടിങ് ഇൻക്ലൂഡ്സ് കോസ്റ്റിംഗ്, ബഡ്ജറ്ററി കൺട്രോൾ, കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് ഓഡിറ്റ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ കോസ്റ്റിങ്ങും ബഡ്ജറ്ററി കൺട്രോളും കോസ്റ്റ് കൺട്രോളും കോസ്റ്റ് ഓഡിറ്റും ഇൻക്ലൂഡഡ് ആണ്. ഇങ്ങനെ 3 ടേമുകളാണെന്ന് നമ്മൾ പഠിച്ചത്. കോസ്റ്റിംഗ്, കോസ്റ്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടൻസി എന്ന 3 ടേമുകളാണെന്ന് നമ്മൾ പഠിച്ചത്. എല്ലാവരും ഇത് കാണുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.